താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയതായി നാട്യത്തോടെ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന മനഃശാസ്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാണിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നിഷാലിന് തന്നെ വിനയായി മാറിയത്. ഇതിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശനിയാഴ്ച പതിവ് പോലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആൾക്ക് നല്ല തീറ്റ കൊടുത്തതിന് ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാൻ കിട്ടില്ല. അതാണ് ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ തുള വീണത് തന്നെയാണ്. അടക്കാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ തുളയിടാൻ വെച്ച ചുറ്റിക്കണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും, മനസ്സിലായോ? എല്ലാരും നിങ്ങളെ വീട്ടുകാരും നിങ്ങളും കൂടെ ആ ചെക്കനെ പണി യൂസ് ചെയ്തുകാണ്ട് മോളെ കെടുത്തി കൊടുക്കാണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തുകാണ്ട് ചെക്കനെ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വന്തം നിഷാദ് എന്ന് പറഞ്ഞാൽ പ്രണയിച്ച് പെൺകുട്ടികളെ വലയിലാക്കി ചതിച്ച് കാബാലികനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. വാർത്തയോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഈ പുള്ളിക്കാരൻ്റെ ഒരു ന്യൂസ് കണ്ടു തന്നെ തുടങ്ങാം. ഫസ്റ്റ് എന്താ സംഭവം മനസ്സിലാവണ്ട, അതിന് വേണ്ടിയിട്ട് മറുനാടനിൽ വന്നൊരു ന്യൂസ് ആണ്, അത് കണ്ടു തുടങ്ങാം. യൂട്യൂബർ എന്നും ഇൻഫ്ലുവൻസർ എന്നും വിളിപ്പേരിൽ സ്ത്രീകളെ വട്ടം കറക്കിയവൻ ഒടുവിൽ ജയിലിൽ. കഴിഞ്ഞ വർഷം പോക്സോ കേസിലും സ്ത്രീ പീഡന കേസിലും അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മലപ്പുറം തിരൂർ അന്നാരെ കറുകര പറമ്പിൽ മുഹമ്മദ് നിഷാലാണ് കഥാനായകൻ. ഇയാൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഷാലൂസ് 888 എന്ന പേരിൽ നടത്തിയിരുന്ന ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത 31,000 പേരിൽ വളഞ്ഞിട്ട് പിടിച്ച കൗമാരക്കാരായ പെൺകുട്ടികൾ മുതൽ 40കളിലെത്തിയ വീട്ടമ്മമാർ വരെയാണ് ഇപ്പോൾ ഇരകളായി മാറിയിരിക്കുന്നത്. താൻ മാനസികമായി ഒറ്റപ്പെട്ടു പോയതായി നാട്യത്തോടെ യൂറോപ്പിൽ ജോലി ചെയ്യുന്ന മനഃശാസ്ത്ര രംഗത്ത് ജോലി ചെയ്യുന്ന മലയാളി ഡോക്ടറോട് അടുപ്പം കാണിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ നിഷാലിന് തന്നെ വിനയായി മാറിയത്. ഡോക്ടറുമായി വിവാഹാലോചനയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെ തിരൂരിൽ കട തുടങ്ങാൻ എന്ന വ്യാജേനെ 5 ലക്ഷം രൂപ വാങ്ങിയതോടെയാണ് സംഭവത്തിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. നിഷാലിന്റെ ലൈവ് വീഡിയോകൾ കാണാൻ ഇടയായ ഡോക്ടർ പെൺകുട്ടികളുമായുള്ള ഇടപെടലിൽ സംശയം തോന്നിയതിനെ തുടർന്ന് രഹസ്യമായി നിരീക്ഷിച്ചു. തുടർന്ന് ഓരോ പെൺകുട്ടികളുമായുള്ള സ്വകാര്യ സംഭാഷണത്തിൽ ഡോക്ടറോട് ഒട്ടേറെ യുവതികളും വീട്ടമ്മമാരും വരെ നിഷാലിനൊപ്പം വ്യക്തിപരമായി ചെലവിടേണ്ട വന്ന സമയങ്ങൾ മറയില്ലാതെ വെളിപ്പെടുത്തുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഡോക്ടറോട് പണം തിരികെ തരാം എന്ന് ഇയാൾ വാഗ്ദാനം ചെയ്തെങ്കിലും പീഡനവീരൻ ആണെന്നും കഴിഞ്ഞ വർഷം 2 സമാന കേസുകളിൽ നിലമ്പൂരിലും മണ്ണാർക്കാടും അറസ്റ്റിലായ വ്യക്തിയാണ് നിഷാൽ എന്ന് ബോധ്യമായതോടെ ഇയാളുടെ സോഷ്യൽ മീഡിയ വലയിൽ കുരുങ്ങിയ യുവതികൾ ഒത്തുകൂടുകയായിരുന്നു. നിഷാലിനൊപ്പം പലവട്ടം കാണാൻ ഇടയായ യുവതി ഒടുവിൽ താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ശനിയാഴ്ച പതിവ് പോലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒടുവിൽ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുമായി ചേർന്നുള്ള ഓപ്പറേഷനിലായിരുന്നു ഒടുവിൽ നിഷാൽ കുടുങ്ങുന്നത്. എന്തായാലും യൂറോപ്പിലെ വനിതാ ഡോക്ടറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത്. നിരവധി പെൺകുട്ടികളാണ് ഇയാളുടെ ചതിയിൽ വീണിരിക്കുന്നത്. പുള്ളി അവരെ വശീകരിച്ചതല്ല, പുള്ളിയെ നിരവധി സ്ത്രീകൾ വശീകരിച്ചതാണ്. പുള്ളിയുടെ സൗന്ദര്യം, പുള്ളിയുടെ ഈ സ്കിന്ന്, പുള്ളിയുടെ ഈ സ്റ്റോൺ, പുള്ളിയുടെ ഈ ഹെയർ ഒക്കെ കണ്ടിട്ട്. ഇനി നമുക്ക് ഈ പുള്ളിക്കാരന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനലിന്റെ പേര് ഇറ്റ്സ് മീ ഷാലൂസ് വോയിസ് എന്നാണ്. അവന്റെ വോയിസ് ഒക്കെ തന്നെയാണ് എന്നത് പറയുന്നതെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഈ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് പോട്ടെ. എന്നിട്ട് ഫോർ എൻക്വയറീസ് പ്ലീസ് കോൺടാക്ട് ഫോൺ നമ്പർ shalloosvoice@gmail.com. എന്ത് എൻക്വയറിയാണ്? ഇവന്റെ കണ്ടന്റ് ഞാൻ കാണിക്കട്ടോ. കണ്ടന്റിലേക്ക് നമുക്ക് വരാം. നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അറബിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ല, അങ്ങ് ഇന്റർനാഷണൽ പിടിപാടാണ് ചേട്ടന്. എന്നിട്ട് വോയിസ് ആക്ടർ എന്നിട്ടിട്ടുണ്ട്. അപ്പോ അഭിനേതാവാണ് എന്ന് പുള്ളിക്കാരൻ സമ്മതിച്ചു. ഇനി നമുക്ക് ഈ പുള്ളിക്കാരന്റെ മോഡ് ഓഫ് ഓപ്പറാൻഡി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഈ ഡിപ്രഷനിലിരിക്കുന്നവര്, അല്ലെങ്കിൽ പ്രണയനഷ്ടം ആയവര്, അല്ലെങ്കിൽ പ്രണയിക്കുന്നവര്, ഇവരെയൊക്കെ കുളിര് കോരിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇടുന്നു. പുള്ളിക്കാരന് നിരവധി ഫാൻസിനെ ഫോളോവേഴ്സിനെ ഒപ്പിക്കുന്നു. ഈ ഫാൻസും ഫോളോവേഴ്സും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുന്നു. കോൺടാക്ട് ചെയ്യുന്നവർ സ്ത്രീകളാണെങ്കിൽ അവരുമായിട്ട് പ്രത്യേക തരത്തിൽ ചാറ്റ് ചെയ്ത് അവരുമായിട്ട് കമ്പനി ആവുന്നു. അതിനു മുമ്പേ നമ്മൾ ഇദ്ദേഹത്തിന്റെ ചാനലിലെ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് ഇദ്ദേഹത്തെ കുളിര് കോരിപ്പിക്കുന്ന വീഡിയോ എന്ന് അറിയണ്ടേ? ഹലോ, ഓയ് ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. കഴിച്ചിട്ടില്ല. എന്തേനു?
അതെ, ഇനി എപ്പോഴാ നാട്ടിൽ വരുന്നേ? ഞാനിപ്പോ പോന്നിട്ടല്ലേ ഉള്ളൂ. അത് ശരിയാ, പക്ഷെ നാളെ വരാൻ പറ്റോ? നാളെ? ആ നാളെ. നാളെന്ന് വരാൻ പറ്റില്ല. എന്താണ് കണ്ടേ? സാധനം അറിയില്ല, നാളെ വരണം. അപ്പോ ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് പുള്ളിക്കാരൻ മേക്ക് ചെയ്തിടുന്നത്. ഇത് ആ ആണിന്റെ ശബ്ദം പുള്ളിയുടെ തന്നെയാണ്. സ്ത്രീകളുടെ ശബ്ദം പലതായിട്ട് മാറുന്നുണ്ട്. അപ്പൊ പല സ്ത്രീകളോടും പുള്ളിക്കാരൻ സംസാരിക്കുന്നതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഇനി ഈ പുള്ളിക്കാരൻ ഇടക്കിടക്ക് ലൈവിൽ വരും. ഈ ലൈവ് പോസ്റ്റ് ചെയ്തില്ല, ലൈവ് കഴിയുന്നുണ്ട് ഡിലീറ്റ് ആകും. അങ്ങനെ പുള്ളി ലൈവിൽ സംസാരിച്ച 1-2 കാര്യങ്ങൾ കൊണ്ട് നമുക്കൊന്ന് കാണാം. ആൾക്ക് നല്ല തീറ്റ കൊടുത്തന്നെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാൻ നേട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദ്വയാർത്ഥ പ്രയോഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവനെ പക്ഷെ തിന്നാൻ കൊടുക്കാതെ അടിക്കണം. ബാക്കിയും കൂടെ കാണാം. അത് കുളിച്ചാ പൂവെന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാ പോവില്ല. മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല. മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. മനസ്സിലായോ? ഇതിലെയും ദ്വയാർത്ഥ പ്രയോഗം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അതുപോലെ പല തുളയിട്ട ചുറ്റിക വെച്ച് ഉണ്ടായത് കൊണ്ടാവാം ഇദ്ദേഹം ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു തെറ്റ് ചെയ്യുമ്പോഴത്തേനും ഏതൊരു സക്സസിന്റെ പിന്നിലും, പുരുഷന്റെ സക്സസിന് പിന്നിലും അതിലൊരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ വലിയ ഒരു ചരിത്രത്തിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മാതാവാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ലൈവിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പ്രതികരണം, അതായത് ഇദ്ദേഹം സംസാരിക്കുന്ന ടോപ്പിക് എന്താണ്, എങ്ങനെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ മാസ് BGM എൻട്രിയും കൂടെ ശ്രദ്ധിച്ചോണേ. റൂം എടുത്ത് അല്ലാണ്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി കൊണ്ടപ്പോ അതിന്റെ ആവശ്യമില്ല. രാത്രി മതിലായിരുന്നു എനിക്ക് എന്തിനാ റൂം എടുത്തോണ്ട ആവശ്യം? എന്താ പ്രാന്തം? മാസം 3 പ്രാവശ്യം മതിലായിരുന്നു എനിക്ക് എന്താണ് അതിനൊക്കെ റൂം എടുത്തോണ്ട ആവശ്യം? ഇതൊക്കെ സത്യമാണോ ബ്രോ? ലൈവിൽ അത് അവൾക്ക് ഭ്രാന്ത്. അവള് പറയാം അവളെ റൂം എടുത്തോണ്ട് ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു വളരെ കാര്യം ഇവിടെ പറഞ്ഞുതരാം. എന്റെ കമൂരല്ലേ ഒരു പ്രവാസി അല്ലേ? തൊള്ളേറെ വർത്താനം പറയടി. നടത്തുന്നത് നോക്കടി. അതിനെ കഴിച്ചു വിട്ടിക്കല്ലേ? അതിന് വേണ്ടാന്ന് വിചാരിക്കും വെച്ച് വീണ്ടും ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ ഇത് മാനം കെട്ടിയ ഇത് എന്താ വിചാരിച്ചത്? നിങ്ങളെ പോലെ ഇതാണ് ഞങ്ങളിന്നാ തൊള്ളേറെ വർത്താനം പറയുന്നത്. ഞങ്ങൾക്ക് വേറെ പ്രാന്ത് മരം പപ്പടം വെച്ച് തങ്ങൾക്കിടാൻ വേണ്ടി തന്നെ നമ്മുടെ നിഷാദ് ചെയ്യുന്ന അതിമാസ്മരികമായ പ്രകടനത്തിൽ നമുക്ക് പ്രശ്നമില്ല. കുടുംബത്തിന്റെ മാനം പോകുന്നതിലാണ് പ്രശ്നം. ഇപ്പൊ കുടുംബത്തിന്റെ വിമാനം കയറിയില്ലേ? വിമാനം. ഇനി നമുക്ക് ചേട്ടന്റെ മോഡ് ഓഫ് ഓപ്പറാണ്ടിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ലൈവുകൾ അപ്ലോഡ് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നു, ഈ സ്ത്രീകളോട് സംസാരിച്ച് അവരുടെ അടുത്ത് പ്രണയത്തിലാകുന്നത് പോലെ പുള്ളിക്കാരൻ അഭിനയിക്കുന്നു. വോയിസ് ആക്ടർ ആണല്ലോ, വോയിസ് വെച്ചതുപോലെ അഭിനയിക്കുന്നു. അഭിനയിച്ചതിന് ശേഷം ഈ കുട്ടികളുടെ നല്ല പൈസ മേടിക്കുന്നു, സ്ത്രീകളുടെ നല്ല പണം കൈപ്പറ്റുന്നു. മാത്രമല്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ പ്രണയം കാണിക്കുന്ന സമയത്തോ വീഡിയോസും സ്ത്രീകളുടെ നഗ്നമായിട്ടുള്ള വീഡിയോസ് എല്ലാം പുള്ളിക്കാരൻ മേടിച്ചു വെക്കുന്നു. പുള്ളിക്കാരൻ ഈ സ്ത്രീകളെ കൊണ്ട് ഏതെങ്കിലും ഫോട്ടോ റൂമിൽ പോയിട്ട് 360 ഡിഗ്രി വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഈ 360 നമ്മളിങ്ങനെ ട്രാഫിക്കിലൊക്കെ തൂക്കിയിട്ട് കണ്ടുള്ളൂ. അത് പുള്ളിക്കാരൻ ഫോണിൽ എടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം കഴിവ് ഈ ചെറുപ്പക്കാരനുണ്ട്. അങ്ങനെ എടുക്കുന്നു. പിന്നെ ഈ പണം തിരിച്ചു വയ്ക്കുമ്പോഴത്തേനും ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ ഇതേ തുടർന്ന് പരാതി പോവുകയും പിടിക്കുകയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. അപ്പോ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ട്രാപ്പിലാക്കിയതെന്ന് പോലീസ് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് നേരിടാം. ഇതിന്റെ ഡീറ്റെയിൽ ഇവർ തമ്മിൽ ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അല്ലെ? പോലീസ് അവർ ഫോൺ വഴി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടു. അങ്ങനെ റിലേഷൻ വളർന്നു. അത് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തു. ഓക്കെ. പിന്നെ ഇവര് പരാതി കൊടുത്തു അല്ലെ? അതെ. ഇയാൾക്കെതിരെ മറ്റ് ഗേൾസിന്റെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള ഒരു ഇയാളെ പേരിന് മുന്നേ അതേ രീതിയിലുള്ള കേസുകൾ, ഇയാളെ ഇതേ രീതിയിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന ആളാണ്. ഇയാളെ പേരിൽ 3-4 കേസ് ഇയാളെ രീതിയിലുള്ളതുണ്ട്. താമരശ്ശേരി സ്റ്റേഷനിൽ മുന്നേ ഒരു കേസ് ഇയാൾക്ക് വരുന്നുണ്ട്. അത് ഈ റേപ്പ് വരുന്നില്ല, അത് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി തന്നെയാണ്. ഇത് കൂടാതെ ഇയാൾക്ക് മണ്ണാർക്കാട് ഒരു പോക്സോ കേസുണ്ട്. കൂടാതെ നിലമ്പൂരിൽ ഇതേപോലുള്ള സെയിം കേസ് ഇയാളുടെ പേരിൽ നിലമ്പൂർ സ്റ്റേഷനുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടുകൊണ്ടാണ് ഇയാള് ആ കേസൊക്കെ മുമ്പുള്ള ഇപ്പോഴുള്ളതും മുമ്പുള്ളതൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണല്ലേ? അതെ, സമാനമായ രീതിയിലാണ്. ഓക്കെ. ഇയാളെങ്ങനെ പിടികൂടിയത് എങ്ങനെയാണ്? ഇവിടെ വെച്ചാണ് സാർ ഇയാളത് പോലീസ് ട്രാപ്പിലാക്കിയതാണ്. ട്രാപ്പിൽ ഇയാളെ മുറയ്ക്ക്
ഇയാളുടെ വീക്ക്നസ് ഉപയോഗിച്ച് തന്നെയാണ് പോലീസ് ബിൽഡ് ചെയ്തത്. ഓക്കെ വീക്ക്നസ് ഉണ്ട്, ആ വീക്ക്നസ് കഴിഞ്ഞ പോലീസ് ബിൽഡ് ചെയ്യണം. ഓക്കെ 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 ഓക്കെ. വീക്ക്നെസ് എന്തോന്ന് മനസ്സിലായല്ലോ, സ്ത്രീകളെ വിളിച്ചു വരുത്തി വീക്ക്നെസ്. അപ്പൊ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇതുവരെ കണ്ടത് വെച്ചിട്ട് എന്റെ ഒരു വീക്ഷണകോണം വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഫോൺ നമ്പർ ഇട്ടിട്ട് ഗൂഗിൾ പേ പലതിന് പ്രൊമോഷന് വിളി എന്നൊക്കെ പറയുന്നതിൽ മിക്ക ആളുകളും ഇത്തരത്തിലുള്ള ഉഡായിപ്പ് നടപടികളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ആളുകളാണ്. ഇനി നമ്മൾ ബാക്ക് ടു ഇദ്ദേഹത്തിന്റെ മാതാശ്രീ, ഇദ്ദേഹത്തിന്റെ മാതാവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, പണ്ട് ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ഒരുത്തൻ കൊച്ചിലെ മുതലേ കള്ളനായി. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാതാവാണ് ഇദ്ദേഹത്തിനെ മോഷ്ടിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. മോഷ്ടിക്കടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കുറെ മോഷ്ടിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരൻ ഒരു പെരും കള്ളനായി മാറി. കള്ളനായതിനു ശേഷം ഇദ്ദേഹത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം പറയുന്നത് എനിക്ക് എന്റെ മാതാവിനോട് സംസാരിക്കണം. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ ചെവി കടിച്ചങ്ങ് പറിക്കുന്നു, എന്നെ കൊച്ചിലെ തിരുത്താത്തതിന്. അതേപോലെ ഒരു മാതാവാണ് ഈ മാതാവ്. കാരണം ഈ മാതാവ് വാദിക്കുന്നത് ഈ സ്ത്രീകളെല്ലാരും ഇദ്ദേഹത്തിനെ പ്രലോഭിപ്പിച്ച് ഇദ്ദേഹത്തിനെ കെണിയിൽപ്പെടുത്തി ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇദ്ദേഹത്തെ പെടുത്താൻ പൈസ ഇട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊരുത്തന്നെ ഇതുപോലെ എന്നെ പെടുത്താൻ കുറച്ച് പൈസ ഇട്ട് തരുന്നിട്ടുണ്ട്. എനിക്ക് നല്ല കടബാധ്യതകളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ പെടുത്താനെങ്കിലും എനിക്കൊരു 3-4 ലക്ഷം രൂപ ഇട്ടുതാ. നമുക്ക് ഏതായാലും ഇദ്ദേഹത്തിന്റെ അമ്മ സംസാരിക്കുന്ന സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കേൾക്കാം. 18 വയസ്സിന് താഴെയുള്ളവരൊക്കെ വീഡിയോ ഇവിടെ നിന്ന് നിർത്തിപ്പോക്കോ. 18 വയസ്സിന് മുകളിലുള്ളവർ ജസ്റ്റ് ഒന്ന് ഹെഡ്സെറ്റ് വെച്ചു. എനിക്ക് ക്യാഷ് വേണ്ടടി. എന്റെ ക്യാഷ് എന്റെ ഭർത്താവിന്റെ വീട്ടിലും എന്റെ കാടാമ്പുഴയിലും എത്തും. ബാക്കി ഞങ്ങൾ പത്തനംതിട്ടയിലും എത്തിക്കൂട്ടാ. നാളെ എല്ലാവർക്കും വരണ്ട് കോളി, എല്ലാവർക്കും വരെ എന്റെ എല്ലാ ശിങ്കിടിയേക്കും വരണ്ട്. എല്ലാവരും നിങ്ങളെ വീട്ടുകാരും നിങ്ങളും കൂടെ ആ ചെക്കനെ കൊണ്ട് യൂസ് ചെയ്തുകാണ്ട് മോളെ കെടുത്തി കൊടുക്കാണ്ട് എല്ലാ തമ്മാർത്തരം ചെയ്തുകാണ്ട് ചെക്കനെ കൊണ്ട് അതിന്റെ ഉള്ളിലിട്ട് ഞങ്ങൾ വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ, നാട്ടുകാരും വീട്ടുകാർ വെറുതെ എടുക്കും വിചാരിച്ചാ. ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂലടി, ഒരാൾക്ക് ഇത്ര തോന്നെ പീഡന കേസ് വരൂല. അതിന്റെ അത്രത്തോളം പീഡിപ്പിക്കാനുള്ള കഴിവ് ഇല്ലെന്നാണോ അമ്മ പറയുന്നത്? മനസ്സിലായി, എനിക്ക് സെറ്റപ്പ് പിടിയിട്ടില്ല. നിങ്ങളെ പോലത്തെ പെണ്ണുങ്ങൾ മാടി കൊടുത്തിട്ട് അടി വന്നിക്കണത്. അതോട് നിങ്ങളെ മാടല് ഇതോടുകൂടി ഞാൻ നിർത്തും. നോക്കിക്കോ, നാളെ നേരം നിങ്ങൾ എല്ലാവരും തിരൂരെത്തും. നോക്കിക്കോ ട്ടാ. എടി അനക്കൊക്കെ ഒരു തള്ളയും തണ്ടിയില്ലടി, അന്നൊക്കെ കൂട്ടി കൊടുക്കുന്ന നേരം ചത്തൂടെ നിങ്ങൾക്കൊക്കെ. കണ്ടൊക്കെ ഉമ്മ വെച്ച മക്കളെ കൊണ്ടെങ്കിൽ അന്നൊക്കെ ഒരു തള്ളനെ അവർക്ക് കേട്ടാ പ്രാന്തണ്ടടി. എനിക്ക് പൈസ വേണ്ടേ? എനിക്ക് പൈസ തരടി. വീർത്തി എല്ലാം നാളെ തിരൂരെത്തും. തിരൂർ വന്ന് അടിയും കിട്ടും നോക്കിന്റെ ഞങ്ങൾ എടുത്തുന്നത്. തിരൂർക്ക് ഇങ്ങോട്ട് വാ. അനക്ക് കാടാമുള്ള കുടുംബക്കാരുണ്ടല്ലോ, നാളെ രാവിലെ ഞങ്ങൾ ഫാമിലി പോണത് അവിടുത്തെ ആദ്യം എന്റെ ചിത്രം അവിടുന്ന് തുടങ്ങി. പിന്നെ പത്തനംതിട്ടേക്ക് ഞങ്ങളെ കുടുംബക്കാരുടെ മാപ്പന്റെ എല്ലാ അഡ്രസ്സും ഞങ്ങൾ വിട്ടിട്ടുണ്ട്. യാവനെ ഞങ്ങൾ ജയിപ്പിക്കും. നോക്കിക്കോ, അന്നെ ഞങ്ങൾ തോൽപ്പിക്കും ചെയ്യും. ഇതൊരു വൃത്തികട പെണ്ണാണ് ഞങ്ങൾ. ഇത് എന്താണ് വിചാരിച്ചത്? അൻശേരി ഇജും ആ മറ്റോട്ട് കിടന്ന ടമാർത്തർ ചെയ്യണം. അവളും കുറച്ച് പൈസ അയച്ചാൽ ഈ തേവിടുത്ത് വൃത്തികട പെണ്ണുങ്ങൾ കുറച്ച് പൈസ കൊടുത്തത് നിങ്ങൾ എല്ലാവരും കൂടെ നിശാലുണ്ട് വളർത്തുന്ന് വിചാരിച്ചാ. നിങ്ങൾ എന്തിനാണ് ഈ നിശാലിനെ യൂസ് ചെയ്തതെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കും. ഞങ്ങൾ ഇനി നിങ്ങളെ യൂസ് ചെയ്യാൻ പറ്റൂല. നോക്കിക്കൊണ്ടി. അവനെ മറ്റവർ യൂസ് ചെയ്തപ്പോൾ അവന് കിട്ടിയ പണമെല്ലാം മേടിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ലേ? യൂസ് ചെയ്ത് പോലീസ് കേസ് ആയപ്പോഴേ കുഴപ്പമുള്ളൂ, അല്ലാതെ ആരും അറിയാതെ യൂസ് ചെയ്തിരുന്ന കുഴപ്പമില്ല. അവർ യൂസ് ചെയ്തിട്ട് പൊക്കോളാം. അതിന് മുമ്പ് ലൈവില് അമ്മയുടെ കേട്ടാണല്ലോ ഇടയിലിരിക്കണേ ഞങ്ങളെ മേത്ത് നിങ്ങൾ കുതിര പിടിച്ചാലേ സ്വന്തം തള്ളിയും തന്റെ പേച്ച് ഉണ്ടാക്കി ഇങ്ങോട്ട് ഇറക്കി ഇങ്ങോട്ട് വിടും. ഇനി അതിപ്പോ സംശയമുണ്ട് കേട്ടോ, ആരെയാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിയത്. കാരണം പുള്ളിക്കാരൻ ഒരു ചുറ്റിയുടെ മതിലിനെ കഥ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോ 8 ഗുണം 10 ഗുണം അല്ലെങ്കിൽ മത്തൻ കുത്തിയ കുമ്പളം എന്നൊക്കെ ഉണ്ടല്ലോ. ഞാനൊന്നും അർത്ഥം വെച്ചൊന്നും പറയുന്നില്ല, പറഞ്ഞതേ ഉള്ളൂ. തൊള്ള പൊന്തൂല. ഇങ്ങളെ തൊള്ള പൊന്നു. നാളെ ചാനലിൽ ഞങ്ങളാ കയറുന്നത്. നിങ്ങളെ ഫോട്ടോ എല്ലാം ഞങ്ങൾ കേട്ടും. നോക്കിക്കോ, ഞങ്ങൾ ഇനി ഒതുങ്ങും നിങ്ങൾ വിചാരിക്കണ്ട ട്ടാ. ഞങ്ങൾ ഇനി ഒതുങ്ങൂല. ഒതുങ്ങാതെ തന്നെ ഞങ്ങൾ കളിക്കുന്ന കളിയൊക്കെ ഇതൊക്കെ നോക്കിക്കടി. വീർത്തി കെട്ടോളെ താന്തിയും തള്ളിയും പാടെ ഒരുമ്പെട്ട് നടന്നാണ് മക്കളുണ്ടാക്കി തരുന്ന നായ്ക്കള്. അതിന്റെ ഭർത്താവിന്റെ വീട്ടിലും അതിന്റെ കാടാമ്പുഴയിലാണ് രാവിലെ 6 മണിക്ക് ഞങ്ങൾ എത്താൻ പോണത്. അത് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ അവന്റെ വാപ്പാന്റെ ബാക്കിയുള്ളവർ അവിടെ എത്തും. നാട്ടിൽ അറിയട്ടെ, ചാവ് വിഷം കുടിച്ച് ചാവ്. ഇമ്മയും ബാപ്പി മക്കളൊക്കെ പാടെ ചാവ്. ഒരു ചെക്കനെ യൂസ് ചെയ്ത് ഇങ്ങനെ കാമമൂത്ത് നടക്കുക. നിങ്ങളെപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, മൂലക്കിടണം. സ്വന്തം അമ്മയും ബാപ്പി നിങ്ങളമ്മയും ബാപ്പൊക്കെ കയറട്ടേടി ചെയ്യില്ലേ? അവരാരും കൂട്ടി കൊടുത്തിട്ടേ. ഞങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ ബന്ധത്തിൽ. അതായത് ഈ അമ്മ പറയുന്നത് എന്താന്ന് വെച്ചോ, നമ്മള് മറ്റേ പഴയ പൃഥ്വിരാജ് ഒരു പടത്തിൽ പറയുമല്ലോ, 16 തികയാത്ത പാൽക്കാരൻ പയ്യനെ സ്ത്രീകൾ ചേർന്ന് മൃഗീയമായി ശാരീരികമായി ആ ഒരു സെറ്റപ്പാണ് ഈ ഉമ്മ പറയുന്നത്. ഈ ചെറുക്കനൊന്നും അറിയില്ല, നമ്മുടെ ഈ നിശാലിന് ഒന്നും അറിയില്ല. പാവം നിഷ്കളങ്കനായ ചെറുപ്പക്കാരന് ഈ സ്ത്രീകളെല്ലാരും കൂടെ, അതായത് ഏത് സ്ത്രീകളും, പുള്ളിക്കാരന് മെസ്സേജ് അയക്കുന്ന എല്ലാ സ്ത്രീകളും ഈ ഒന്നും അറിയാത്ത ചെറുപ്പക്കാരനെ ശാരീരികമായി യൂസ് ചെയ്യുന്നു, സാമ്പത്തികമായി യൂസ് ചെയ്യുന്നു. അതായത് ഈ സ്ത്രീകൾ ഈ ചെറുപ്പക്കാരനെ റൂമിലേക്ക് വിളിച്ചു വരുത്തി യൂസ് ചെയ്യുന്നു. പക്ഷെ വീഡിയോ ഒക്കെ ചെറുപ്പക്കാരൻ്റെ കേട്ടോ. ആ ഫോണൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ തെളിയിച്ചിരിക്കണം. നിങ്ങളിപ്പോ വിട്ട ഇൻസ്റ്റാഗ്രാമിൽ വിട്ട മെസ്സേജ് അല്ല അതൊക്കെ കണ്ടിട്ട് തീ നിങ്ങളുടെ തുളുമ്പുണ്ടല്ലോ കണ്ടിട്ട് തുളുമ്പൽ ഞങ്ങൾ കാണിച്ചു തരാം. ₹1 ₹1 എടുക്കണി കേസിന്റെ മോന് പേരില് കൊടുക്കുക. എന്തിനാ എന്റെ മോന് പൈസ തന്നതൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം. നിങ്ങൾ ഓരോരോ പെണ്ണുങ്ങൾ പൈസ കൊടുത്തിട്ട് എന്തിനാന്നല്ല ഞങ്ങൾ തെളിയിച്ചോളാം.
ഓരോ പെണ്ണുങ്ങളും പൈസ തന്നത് എന്തിനാണ് ഞങ്ങൾ തെളിയിച്ചോളാം. അപ്പോ അതിൽ നിന്ന് തന്നെ വ്യക്തമായി ഒന്നിലധികം ആളുകൾ പൈസ വാങ്ങിയിട്ടുണ്ട്, ഒന്നിലധികം ആളുടെ കയ്യിൽ നിന്ന് പുള്ളിക്കാരൻ പൈസ വാങ്ങിയിട്ടുണ്ടെന്ന് ഓപ്പൺ സ്റ്റേറ്റ്മെന്റിൽ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. നിങ്ങൾ ഓർഡർ കോടതിനോട് ഓർത്തോ നമുക്ക് കാണാം. ഇനി ഞങ്ങൾ വെറുതെ നിങ്ങൾ വിചാരിക്കണ്ട. ഇതെന്താ ഞാൻ പത്തനംതിട്ട ഞങ്ങൾക്ക് ആളില്ലാന്നാ, ഞങ്ങൾക്ക് അറിയില്ലാന്നാ. വരിയായിട്ട് എത്തോടി അവന്റെ ബാക്കിയുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഇവിടെ ഞങ്ങൾ പോയി ഇവിടെ ഞങ്ങൾ നാട്ടിക്കും. അവൻ ജയിലായത് നല്ലതെന്ന് ഞങ്ങൾ അന്നപ്പോഴത്തൊക്കെ കുടുംബപരമായിട്ടുള്ള ഏർപ്പാടാണ്. കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പിടിപാടുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള സ്ത്രീ, ഇവിടുന്ന് ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്നൊരു സ്ത്രീയെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു സ്ത്രീ ഇദ്ദേഹത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ കൊല്ലം ജില്ലയിലെ പുള്ളിക്കാരിയുടെ ആളുകൾ വന്ന് എല്ലാം സെറ്റ് ചെയ്യും. അതായത് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു സ്ത്രീ ഇദ്ദേഹത്തെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അവിടുത്തെ ആൾ വന്ന് എല്ലാം സെറ്റ് ചെയ്യും. അങ്ങനെ ഓൾ ഓവർ കേരള ഇവര് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ബിസിനസ്. ഒഴിവാക്കാൻ പറ്റിയ ചാൻസ് ഇതാണ് നല്ലതെന്ന് ഞങ്ങൾ വിചാരിക്കുക. കായ് എന്തിനു കൊടുത്തതാണ് ഇതിനോട് പറഞ്ഞത്? എന്തിനാണ് ഞങ്ങൾക്ക് കായ് കൊടുത്തത്? കാമമൂത്ത നായ്ക്കളെ എല്ലാം നാളെ വരിവരിയായിട്ട് ഇവിടെ എത്തും. 2 സ്നേഹിതന്മാരുണ്ടല്ലോ നിങ്ങൾ തിരുവല്ല ഇറക്കിയിട്ട് കേടിയാളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒഴിവാക്കിയ നിശാലിനെക്കാട് ഗതി കേട്ട 2 കേടിയാളുണ്ട് ഇപ്പൊ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട്. ഒന്നെന്താ ഷിബുവാ, ഒന്നെന്താ വേറെ എന്തൊരു പേര്. അവർ അതിനെക്കാട് വലിയ കേടിയാണ്. അവർക്കുള്ള കേസ് വേറെ, ഇങ്ങൾക്കുള്ള കേസ് വേറെ. എല്ലാം ഇങ്ങോട്ട് വരും, എല്ലാം വരിവരിയായിട്ട് തിരുവർക്ക് ഇങ്ങോട്ട് വരും. ഞങ്ങളെ നേരക്ക് നിങ്ങൾ കുതിര കയറിയിട്ടുണ്ടോ ഞങ്ങൾ നിങ്ങളെ ഛർദ്ദിപ്പിക്കാനേ ചെയ്യും. ഇന്ത്യന്റെ മോളിൽ നേരക്കിട്ടാ കണ്ണികൾ എന്റെ മക്കൾക്കാരി കൂട്ടി കൊടുക്കുന്ന സ്വഭാവം വൃത്തികേട നായിക്കളെ. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പറയാൻ നിർക്കരുത്. ഒന്നും അറിയാത്ത മല രാമൻ ആരാണെന്ന് പറയുന്ന ഒന്നും അറിയില്ല വിചാരിച്ചാ അല്ല ഭർത്താവിന്റെ വീട്ടിൽ വരെ ഞങ്ങൾ പോകും നോക്കിക്കോ. സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്ന മാതാവ്. അപ്പൊ ഇവരുടെ നിന്നുണ്ടായ ഇങ്ങനെ പെരുമാറിയില്ലെങ്കിലേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരനെ സ്ത്രീകളെല്ലാം വശീകരിച്ച് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വശീകരണ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് ഈ മാന്യനായ ചെറുപ്പക്കാരൻ ഇപ്പോ ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ സാധനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറേ വെകിളികൾ കാണും. അപ്പൊ നിങ്ങൾ ഒരു സ്ത്രീക്ക് മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളുടെ വീഡിയോ കണ്ടിട്ടോ ഒരു ആരാധന മൂത്ത് മെസ്സേജ് അയക്കുമ്പോഴോ നിങ്ങൾ ഉപയോഗിക്കുകയാണോ എന്ന് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അതായത് എന്നെ വന്ന് കുഴിയിലിടോ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളെ അല്ല നമ്മൾ പറയുന്നത്. മാന്യമായിട്ടുള്ള സ്ത്രീകളെ പ്രണയത്തിന്റെ പേരിൽ വീണ് പോകുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിൽ ഏർപ്പെടുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിക്കുക, അവൻ ജെന്യുവിനാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഉടനെ പ്രണയത്തിലായ ഉടനെ പണം ചോദിക്കുകയോ മറ്റ് കാര്യങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ മനസ്സിലാക്കിക്കൊണ്ട് മൂടായിപ്പോന്നുള്ള കാര്യം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് കുഴിയിലൊന്നും വീടാതെ സേഫായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ കാണുന്നത്. ബൈ.